കുമ്പളയിൽ യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒരു സംഘം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് പണം ആവശ്യപ്പെട്ടതായി പരാതി. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ മൂന്നാമത്തെയാൾക്കായി അന്വേഷണം ഊർജിതം. കുമ്പളയിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്ന യുവാവും പെൺസുഹൃത്തുമാണ് ഒരു സംഘത്തിന്റെ അക്രമത്തിനിരയായത്. ഇവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ശേഷം സംഘം പണം ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ കേസെടുത്ത കുമ്പള പോലീസ് കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. കുമ്പള SI KP ഗണേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംഘത്തിലെ മൂന്നാമത്തെയാൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. മൊഗ്രാൽ മൈമൂൺ നഗർ നീരോളി ഹൗസിലെ അഫ്സൽ, കുന്നിൽ ഹൗസിലെ മുഹമ്മദ് മൻസൂർ എന്ന ജീന എന്ന ഫൈസി എന്നിവരെയാണ് കുമ്പള പോലീസ് കൈയോടെ പിടികൂടിയത്. ഇവരിൽ അഫ്സൽ 2014 കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇതിനു പുറമെ കഞ്ചാവ്, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കേസുകൾ ഇയാൾക്കെതിരെ ഉള്ളതായും പോലീസ് വ്യക്തമാക്കി. മൻസൂറിനെതിരെയും കൊലപാതക ശ്രമം, ആയുധ നിയമം, മോഷണം തുടങ്ങിയവയ്ക്ക് കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു. മൊഗ്രാൽ മൈമോൻ നഗറിലെ ഈ മുഹാസിർ, സുഹൃത്തായ 18കാരി എന്നിവരെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കുമ്പള അനന്തപുരം ക്ഷേത്രത്തിനു സമീപത്തുള്ള പഴയ തറവാടിനു മുന്നിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്ന ഇരുവരോടും ഓട്ടോറിക്ഷയിലെത്തിയ 3-അംഗ സംഘം മോശമായി പെരുമാറുകയായിരുന്നുവെന്ന് ഇതു സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. തുടർന്ന് അക്രമി സംഘം കാറിനകത്ത് കയറുകയും അതിനുശേഷം കാർ സീതാങ്കോളി ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയും ബിവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ നിർത്തുകയും ചെയ്തു. ഇവിടെ നിന്നും 500 രൂപ കൈക്കലാക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും കൂടാതെ 1,00,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പണം കൊടുക്കാൻ തയ്യാറാകാത്തതിന്റെ ദേഷ്യത്തിൽ അക്രമി സംഘം കാറുമായി അമിത വേഗതയിൽ ഓടിക്കുകയും ചെയ്തു. ഇതിനിടെ റോഡിൽ വെച്ച് ഒരു ഇന്നോവ കാറിൽ ഉരസിയതിനെ ചൊല്ലി വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരോടും വിവരമറിഞ്ഞെത്തിയ പോലീസിനോടും സംഘം തട്ടിക്കയറി. തുടർന്നാണ് അഫ്സലിനെയും മൻസൂറിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ സ്ഥലത്തു നിന്നും സംഘത്തിലെ മൂന്നാമത്തെയാൾ രക്ഷപ്പെടുകയായിരുന്നുവെന്നും കേസിൽ പറയുന്നു. രക്ഷപ്പെട്ട മൂന്നാമത്തെയാളെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുമ്പള.